ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്ക് വെറും 2 സെക്കൻഡ് മാത്രം മതി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. സോ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ PIO OCI പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ നോക്കിയാൽ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഏഷ്യൻ ഗെയിംസ് കളിച്ചു. ഏഷ്യൻ ഗെയിംസ് നമ്മൾ കുറേ അധികം പാടുപെട്ടാണ് ഏഷ്യൻ ഗെയിംസിലേക്ക് കയറുന്നത്. സോ അവിടെ ചെന്ന് വളരെ ഒരു മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. അതായത് നമുക്ക് അത്യാവശ്യം വിജയിക്കാം, അടുത്ത റൗണ്ടിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. എന്നിട്ട് പോലും അടുത്ത റൗണ്ടിൽ പോലും നമ്മൾ കടന്നില്ല. പിന്നെ അത് കഴിഞ്ഞാണ് ഏഷ്യ കപ്പ് വന്നത്. ഏഷ്യ കപ്പിൽ നമുക്ക് വലിയ പ്രതീക്ഷകളില്ലായിരുന്നു, എങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാ മാച്ചും പരാജയപ്പെടുകയും കളിച്ച മാച്ചുകളിൽ നമുക്ക് ഒന്നും ചെയ്യാനും സാധിച്ചില്ല. സോ അതോടുകൂടി ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് അങ്ങ് ഇടിയുകയായിരുന്നു. എന്നാൽ 117ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീണു. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഇന്ത്യ എനിക്ക് 105ാം സ്ഥാനത്തിന് താഴേക്ക് പോയിട്ടേ ഇല്ല. എന്തായാലും 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം റാങ്കിങ് മോശമായിട്ട് ഇന്ത്യ പോകുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ കളിച്ചത് ചെറിയ ചെറിയ ടീമുകളുമായിട്ടാണ്. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ്, ഏഷ്യ കപ്പ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ടീമുകളായിട്ട് കളിക്കേണ്ടി വരും. സോ അവിടെ കളിച്ചു, നമ്മൾ പരാജയപ്പെട്ടു, വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അർഹിച്ച രീതിയിൽ നമ്മുടെ റാങ്കിങ്ങും പുറകിലേക്ക് തന്നെ പോയി. സോ ഇനി ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് PIO OCI പ്ലേയേഴ്സ്. ഇവർ വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മുതൽ ഗ്രാസ് റൂട്ട് സെറ്റാകണം. അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ 10, 20, 25 അല്ലെങ്കിൽ കുറഞ്ഞ 50 വർഷമൊക്കെ പോയാൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പ് ലെവലെങ്കിലും കളിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമായിരിക്കും, ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ കളിച്ചിരിക്കുന്ന 2 രാജ്യം എന്ന് പറയുന്നത് ഒന്ന് ജോർഡാനും മറ്റൊന്ന് ഖത്തറും. സോ ഇവർ രണ്ടുപേരും ഈ ക്രിയേറ്റ് ചെയ്തെടുത്ത ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് OCI പ്ലേസ്, PIO പ്ലേസിനെ കൊണ്ടുവന്നിട്ട് തന്നെയാണ്. പിന്നെ നമുക്കറിയാം ചില രാജ്യങ്ങളൊക്കെ OCI പ്ലേസും PIO പ്ലേസും ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും OCI PIO പ്ലേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വന്ന കാര്യമെന്ന് പറയാം, ഇതാ ഒരു ബിഗ് ന്യൂസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, AIFF, അതുപോലെ തന്നെ ഇഗോർ സ്റ്റിമാഷ്, ഇവരെല്ലാം കൂടെ ചേർന്നൊരു പ്രസൻറ്റേഷൻ, അതായത് PIO OCI പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസൻറ്റേഷൻ കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ടോപ്പായിട്ടുള്ള ആൾക്കാർക്കാണ് അയച്ചിരിക്കുന്നത്. അതായത് PM-ൻ്റെ ഓഫീസിലൊക്കെ ആ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുള്ള മറുപടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതായത് മെയിലൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലൊരു ഇലക്ഷൻ നടക്കുകയാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയാണ്. സോ ആ ഒരു ഇലക്ഷന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താം. അതായത് ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊരു കാര്യം ആ ഒരു സമയത്ത് ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ ഇലക്ഷൻ കഴിഞ്ഞ് ഉറപ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ചർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് കയറുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. PIO അല്ലെങ്കിൽ OCI പ്ലേയേഴ്സ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ. സോ ഒരു ഗുഡ് ന്യൂസാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും 24 പ്ലെയറെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് AIFF വെച്ചിട്ടുണ്ട്. എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 24 പ്ലെയേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന 7 or 8 പേര് അല്ലെങ്കിൽ 5 or 6 പേരെങ്കിലും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചാൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എന്തായാലും മെയ് കഴിഞ്ഞ്, അതായത് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഉറപ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് സെൻട്രൽ ബോർഡ്, അതായത് സെൻട്രൽ ബോർഡല്ല നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. സോ നല്ലൊരു ന്യൂസ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.